ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബദാം മിൽക്കാണ്. ബദാം മിൽക്കിൻ്റെ ഡ്രിങ്കാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബദാം ഡ്രിങ്കിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബദാം ഡ്രിങ്ക്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ പാൽ എടുക്കണം കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റോ അല്ലെങ്കിൽ ആപ്പിളോ, പിന്നെ കുറച്ച് ഐസ് വാട്ടർ വേണം. ഐസ് വാട്ടറിന് പകരം ഐസ് ക്യൂബ്സ് ആയാലും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് ഇതിനകത്തേക്ക് വെള്ളത്തിനകത്തേക്ക് കുറച്ച് പാലിന് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള ബദാം മിൽക്കിൻ്റെ മിക്സ് വേണം. പിന്നെ കുറച്ച് അണ്ടിക്കണ്ണ്. ഇത് അണ്ടിയുടെ പൊട്ടാണ്. ഇതിങ്ങനെ അണ്ടിക്കണ്ണെന്ന് പറഞ്ഞ് നമുക്കിവിടെ സ്റ്റേഷനറി കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതില്ലെങ്കിൽ ഇതിന് പകരം കാഷ്യൂ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ കുറച്ച് നെയ്യ് വേണം. പിന്നെ ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാരയും വേണം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ആപ്പിളൊന്ന് ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആപ്പിളിന് പകരം ക്യാരറ്റോ അതല്ലെങ്കിൽ ഇപ്പോൾ ഉറുമാമ്പഴമോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബദാം മിൽക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു ചെറിയൊരു പേൽ യെല്ലോ കളറാണ് ഉണ്ടാവുക. ഞാൻ മുൻപ് ബദാം മിൽക്ക് എങ്ങനെയാണ് ശരിക്കും ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പാല് കുറുക്കി ഉണ്ടാക്കി ആ പാലിനൊരു പേൽ യെല്ലോ കളർ വരും. അത്രയാണ് കളർ വേണ്ടത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പാല് മാത്രമായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലും ഈ മിക്സ് ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ അത്ര തന്നെ വേണ്ട, എന്നാലും ഒരു ഇളം മഞ്ഞ നിറം വരണം. പിന്നെ മധുരത്തിന് നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര ആവശ്യമുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിക്കണ്ണൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് കൂടുതലാവരുത്, വളരെ കുറച്ച് ചേർത്താൽ മതി. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ അണ്ടിക്കണ്ണ് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നാൽ മതി. ഇത് ഇവിടെ നാട്ടിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് അവൈലബിൾ അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാഷ്യൂ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട പ്രയാസമൊന്നുമില്ല. ഒരുവിധപ്പെട്ട എല്ലാ കടകളിലും നമുക്കിപ്പോൾ ഇത് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ മതി. ഇത് ഇതിനകത്തേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചൊക്കെ താഴേക്ക് താഴ്ന്നു പോവും, കുറേയൊക്കെ മുകളിൽ പൊങ്ങിയും കിടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് സോക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ മുകളിലേക്ക് തന്നെ പൊങ്ങി വരും. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പോട് കൂടി തന്നെ സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പം പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐസ് ക്യൂബ്സ് ചേർക്കാം. അപ്പോൾ ബദാം മിൽക്ക് നല്ല തിക്കായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിനകത്തേക്ക് കഴിവതും വെള്ളമോ ഐസോ ഒന്നും ചേർക്കാതെ പാല് തന്നെ നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ കാണാം.